മലപ്പുറത്ത് നിന്ന് വരുന്ന വാർത്തയിലേക്കാണ്. ആദ്യം കൊണ്ടോട്ടിയിൽ ബസ്സിന് തീപിടിച്ചു. പാലക്കാട് കോഴിക്കോട് റൂട്ടിലോടുന്ന സന ബസ്സാണ് കത്തിയത്. ജംഗ്ഷനിൽ സന ബസ് കത്തിക്കൊണ്ടിരിക്കണം കേട്ടോ. സമീർ ബിൻ കരീം വിശദാംശങ്ങളുമായി. സമീർ, ഈ ബസ് പൂർണ്ണമായും കത്തിനശിച്ചു എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് തീപിടുത്തത്തിന് കാരണം? സർവീസിനിടെയായിരുന്നോ ഇത്? അനുജ, സർവീസിനിടയിലാണ് തീപിടുത്തമുണ്ടായത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കോഴിക്കോട് പാലക്കാട്ടിലോടുന്ന ലിമിറ്റഡ് ബസ് സന ബസ്സിനാണ് പിടിച്ചിരിക്കുന്നത്. കോഴിക്കോട് ഭാഗത്ത് നിന്ന് വരികയുള്ള ബസ് കൊച്ചി വിമാനത്താവളത്തിന് സമീപത്തുള്ള ഒരു സ്ഥലത്ത് വെച്ചാണ് തീപിടുത്തം ഉണ്ടാകുന്നത്. മലപ്പുറം കൊണ്ടോട്ടിയിലാണ് ബസ്സിന് തീപിടിച്ചു. പാലക്കാട് കോഴിക്കോട് റൂട്ടിലോടുന്ന സന എന്ന ബസ്സിനാണ് തീപിടിച്ചത്. സംഭവ സ്ഥലത്ത് നിന്ന് ഇപ്പോൾ ജിഹാദ് എന്നയാൾ ടെലിഫോൺ ലൈനിലുണ്ട്. ജിഹാദ്, എന്താണ് സംഭവിച്ചത്? ഇതിൽ യാത്രക്കാരൊക്കെ ഉണ്ടായിരുന്നു, സർവീസിനിടെയാണ് എന്നൊക്കെ ഒരു വിവരം വരുന്നുണ്ടല്ലോ. അതെ 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 സർവീസിന്റെ ഇടയിൽ തന്നെയാണ് അവര് ബസ് നമ്മളെ എയർപോർട്ട് ജംഗ്ഷന്റെ അടുത്തെത്തുന്നതിന് മുന്നേ, കാലിക്കറ്റ് എയർപോർട്ട് ജംഗ്ഷന്റെ അടുത്തെത്തുന്നതിന് മുന്നേ ബസ് റണ്ണിങ്ങിലാണ് ഈ തീ പിടിച്ചത്. ബസിന്റെ ഫ്രണ്ടിൽ നിന്ന് തീ പടരുകയായിരുന്നു. ആ സമയത്ത് യാത്രക്കാരൊക്കെ അത് കണ്ട ഉടനെ തന്നെ ഇറങ്ങുകയുണ്ടായി. എല്ലാവരും സൈഡിലോട്ട് മാറി നിന്നു. അപ്പൊ തന്നെ എല്ലാവരും സേഫ് ആയിട്ടുണ്ട്. ഡ്രൈവർ ഉൾപ്പെടെയുള്ളവർ രക്ഷപ്പെട്ടിട്ടുണ്ടല്ലേ? അതെ 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 എല്ലാവരും സേഫ് ആയിട്ടുണ്ട്. ഇപ്പം അതിന്റെ ചുറ്റുമായിട്ട് നാട്ടുകാരൊക്കെ കൂടി നിൽക്കുന്നുണ്ട്. ഇതുവരെ ഈ ഒരു സമയം വരെ ഫയർഫോഴ്സ് പോലും ഇവിടെ എത്തിയിട്ടില്ല. അതൊരു അനാസ്ഥ തന്നെയാണ്. ഇതിപ്പോൾ എത്ര സമയമായി? ഏകദേശം 1 മണിക്കൂറിലേറെയായി. ഈ ഒരു സമയം ബസ് ഏകദേശം കത്തി കഴിയാറായി. പൂർണ്ണമായും കത്തി നശിക്കുമെന്ന് തോന്നുന്നു അല്ലേ? വലിയ ഒരു തീ പടർന്നു പിടിച്ചിട്ടുണ്ട്. മൊത്തം പടർന്നു പിടിച്ചിട്ടുണ്ട്. അത് ബസ് ഒന്നായിട്ട് പോയിട്ടുണ്ട്. യാത്രക്കാരെ ഒരുവിധം ബാഗും കാര്യങ്ങളൊക്കെ അതിന്റെ ഉള്ളിലാണുള്ളത്. മൊത്തം കത്തി നശിച്ചു. എന്താണ്, നമ്മൾ ഡ്രൈവറോടൊക്കെ സംസാരിക്കാൻ കഴിഞ്ഞോ? അവരങ്ങനെ ഒരു മാനസികാവസ്ഥയിലാണോ എന്നറിയില്ല. ഇപ്പൊ അതിനുള്ള ഒരു സാഹചര്യത്തിലല്ല അവര്. അതിന്റെ ഒരു ഇതിലാണ്. ഇതിപ്പോ എന്തായിരിക്കാം കാരണം എന്നൊക്കെ നമുക്ക് ഇപ്പോ പറയാൻ പറ്റില്ലല്ലോ അല്ലേ? എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ടോ മറ്റോ? സംഭവ സ്ഥലത്തുണ്ട്. അതെ, കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഇതാക്കാം. ആരും അങ്ങോട്ടേക്ക് എത്തിയില്ല. ഇപ്പൊ ഫയർഫോഴ്സോ പോലീസോ ആരും അങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല എന്നാണോ? പോലീസ് സംഭവ സ്ഥലത്തുണ്ട്. പക്ഷെ ഫയർഫോഴ്സ് ഈ ഒരു സമയം വരെ ഇവിടെ എത്തിയിട്ടില്ല. KCB-ക്കാർ തന്നെ സമയം വൈകിട്ടാണ് ഇവിടെ എത്തിയത്. ഇതിപ്പോ പാലക്കാട് കോഴിക്കോട് റൂട്ട് ആണല്ലോ, അവിടെ മറ്റു വാഹനങ്ങളൊക്കെ പോകുന്ന ഇടം കൂടിയാണ്. ഫുള്ള് ബ്ലോക്കാണ്. കോഴിക്കോട് സൈഡിലേക്കൊക്കെ മൊത്തം ബ്ലോക്കായി കിടക്കാണ്. റോഡ് മൊത്തം ബ്ലോക്കാണ്. ഫയർഫോഴ്സ് എത്തി. ഫയർഫോഴ്സ് സംഭവം നടന്നു മണിക്കൂറുകൾ കഴിഞ്ഞതിന്റെ ശേഷമാണ് ഇവിടെ സംഭവ സ്ഥലത്ത് എത്തുന്നത്. ഇപ്പൊ എത്തിയിട്ടുണ്ടല്ലേ? ഇപ്പൊ എത്തിയിട്ടുണ്ട്. സംഭവം കഴിഞ്ഞ് മണിക്കൂറുകളായി. ഇപ്പൊ എത്തുന്നുള്ളൂ. എത്ര യൂണിറ്റ് ഉണ്ട്? 1 യൂണിറ്റ് ഇപ്പൊ കാണുന്നുള്ളൂ. 1 യൂണിറ്റ്. ശരി, അപ്പൊ അവർ ഉടൻ തന്നെ തീ അണയ്ക്കുമെന്ന് നമുക്ക് കരുതാം. അതെ 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 തീ അണക്കിഞ്ഞ പോലെ അണക്കേണ്ട ആവശ്യമില്ല. തീ ഏകദേശം അണന്നു. രണ്ടാമത്തെ വരുന്നു. ഓക്കെ, ശരി, വളരെ നന്ദി ജിഹാദ്. ദൃക്സാക്ഷിയാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറം കൊണ്ടോട്ടിയിലാണ് ബസ്സിന് തീപിടിച്ചത്. പാലക്കാട് കോഴിക്കോട് റൂട്ടിൽ അല്പസമയം മുൻപായിരുന്നു സംഭവം. സന എന്ന ബസ് അത് പൂർണ്ണമായും കത്തി എന്നതാണ്. ഇപ്പോൾ അല്പസമയം മുൻപ് ഫയർഫോഴ്സ് യൂണിറ്റ് സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നുകൂടി ജിഹാദ് എന്ന ദൃക്സാക്ഷി നമ്മളോട് പറയുകയാണ്. സമീർ ബിൻ കരീം വിവരങ്ങളുമായി. സമീർ, യാത്രക്കാരുണ്ടായിരുന്നു, പക്ഷേ അവരെല്ലാവരും സേഫായി തന്നെ ഇറങ്ങി. ഡ്രൈവർ ഉൾപ്പെടെയുള്ളവർ ബസ്സിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. ഇപ്പോൾ ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി എന്നതാണ് ജിഹാദ് പറഞ്ഞത്. കൂടുതൽ വിശദാംശങ്ങൾ. അനൂജ, ഏതാണ്ട് അരമണിക്കൂർ മുൻപാണ് ഈ ബസ്സിന് തീ പിടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. കോഴിക്കോട് പാലക്കാട് റൂട്ടിലോടുന്ന സന എന്ന് പറയുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സിനാണ് തീ പിടിച്ചത്. ബസ് കരിപ്പൂർ വിമാനത്താവളത്തിന് സമീപമുള്ള ദേശീയപാതയോടത്ത് എത്തുന്ന സമയത്ത് ബസ്സിന്റെ ഒരു ഭാഗത്തു നിന്നും പുക ഉയരുകയായിരുന്നു. ഈ ഒരു സമയത്ത് തന്നെ ബസ്സിലെ ജീവനക്കാരും അതോടൊപ്പം തന്നെ യാത്രക്കാരും എല്ലാവരും തന്നെ പുറത്തിറങ്ങി. അതിന് പിന്നാലെയാണ് ബസ്സിന് തീപിടുത്തം ഉണ്ടായത് എന്നുള്ളതാണ്. ബസ് ഏതാണ്ട് പൂർണ്ണമായും കത്തി അവസാനിക്കാനായ നിലയിലാണ് ഇപ്പോൾ എന്നുള്ളതാണ് എടുത്തു പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ ഫയർഫോഴ്സ് എത്തി തീ അണക്കാനുള്ള ശ്രമങ്ങൾ
നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ മലപ്പുറത്ത് നിന്നും അതോടൊപ്പം തന്നെ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും മാത്രമേ ഫയർഫോഴ്സിന് എത്താൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ എത്താൻ ഒരൽപ്പം വൈകുമെന്നുള്ളത് സ്വാഭാവികമാണ്. കാരണം കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് അവിടുത്തെ സാഹചര്യം നോക്കി മാത്രമേ ഈ ഫയർഫോഴ്സിന് പുറത്തുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുകയുള്ളൂ. അതോടൊപ്പം തന്നെ പിന്നീട് അടുത്തുള്ളത് മലപ്പുറത്തുള്ള ഫയർഫോഴ്സാണ്. അതുകൊണ്ട് തന്നെ സമയമെടുത്തു എന്നുള്ളതാണ് ഈ നാട്ടുകാർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ബസ് പൂർണ്ണമായി കത്തി നശിച്ച നിലയിലാണ് എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ആളപായമില്ല എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായ കാര്യം. കൊണ്ടോട്ടി പോലീസും ഒപ്പം തന്നെ നാട്ടുകാരും ചേർന്ന് തീ അണക്കാനുള്ള ശ്രമങ്ങൾ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായതെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. ഏതായാലും ബസ് ഭാഗികമായൊക്കെ തന്നെ കത്തി ചാമ്പലായി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അല്പസമയം മുൻപ് ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയിട്ടുണ്ട് എന്നതാണ്. തീ ഏറെക്കുറെ ഇപ്പോൾ തന്നെ കത്തി അത് പൂർണ്ണമായും ബസ് കത്തി അമർന്നിട്ടുണ്ട് എന്ന തരത്തിലേക്കാണ് ദൃക്സാക്ഷി നമുക്ക് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് കോഴിക്കോട് റൂട്ടിലാണ് സംഭവം. സന എന്ന ബസ്സാണ് കത്തിയത്. ആർക്കും അപായമൊന്നും സംഭവിച്ചിട്ടില്ല, ആർക്കും പരുക്കില്ല. ആളുകൾ എല്ലാവരും അതിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്.